വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൂവിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു സിനിമ കാണാൻ വരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ തന്നെ വന്നു. കാരണം അതൊരു ഫാന്റസി പോലത്തെ ഒരു സിനിമയാണ്. ലിജോയുടെ മേക്കിംഗ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമാണ്, ഞാൻ ലിജോയുടെ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. താങ്ക് യു. ഡിഫറെന്റ് മൂവിയാണ്. ആർട്ട് വർക്ക് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. എനിക്കൊന്ന് സെക്കൻഡ് ഹാഫ് ആണ് കുറെ കൂടെ അട്രാക്റ്റീവ് ആയിട്ട് ഉള്ളത്. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. നല്ല ഫിലിം. ലാലേട്ടൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര തിയേറ്ററിൽ തന്നെ ഇന്ന് കാണേണ്ട സിനിമ. വെരി നൈസ്. I want to speak also. Okay. I think I know what is gonna be in the second part. Very nice. അദ്ദേഹത്തിന്റെ മൂവി എപ്പോഴും ഭയങ്കര ഡിഫറെന്റ് ജോണേഴ്സിലെ ഡിഫറെന്റ് മൂവീസ് ആണല്ലോ എടുക്കുന്നത്. അപ്പം ഒരുപാട് പ്രതീക്ഷയിലാണ് കണ്ടതും. സെക്കൻഡ് പാർട്ട് ഉള്ളതെന്ന് പറഞ്ഞത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും സൂപ്പർബായിട്ട് എനിക്ക് ഇഷ്ടമായത് ഡയറക്ഷൻ അപ്പുറമായിട്ട് എൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. നീലകണ്ഠൻ മധുജി സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്രെയിമും ഗംഭീരമായിട്ടുണ്ട്. ആൻഡ് പ്ലസ് ആർട്ടും എല്ലാം നല്ലതാണ്. മ്യൂസിക് എല്ലാം മൊത്തത്തിലൊരു എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെ ഇറ്റ്സ് നല്ല സൂപ്പർ മൂവി. ലിജോയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനിൽ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാ മൂവീസും ഒന്നിനൊന്നിനും വ്യത്യസ്തമാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. രസമാണ്. ഒരു ഫാൻറ്റസൈസിങ് ഒരു എലമെൻ്റ് ഉള്ള നല്ലൊരു മൂവിയാണ്. സൂപ്പർ. കണ്ടു നോക്കൂ. അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആകേണ്ട ഒരു മൂവി തന്നെയാണ്. അതിൻ്റെ ഫ്രെയിമിങ്ങും എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. യൂഷ്വൽ GP പടങ്ങൾ പോലെ അല്ല. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല എസ്തറ്റിക് ആയിരുന്നു. ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു പടമാണ്. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ ഒരു ലിജോ സാറിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഡെഫിനറ്റ്ലി പടത്തിൽ കാണാം. അതിന്റെ ഒക്കെ ഒരു ഡിഫറെന്റ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയല്ലേ? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഭയങ്കര നല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഓരോരോ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഒക്കെ നമ്മള് ഇരുന്ന് കണ്ട് വേറെ ഒന്നും ആലോചിക്കാതെ പോകും. താങ്ക് യു സോ മച്ച്. ലാലേട്ടന്റെ പടം കാണേണ്ട ഒരു മൂഡിലാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു എന്താ പറയാ, ഒരു സ്പെക്ടാക്കുലർ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഒരു മൂഡുണ്ടായിരുന്നു. അപ്പൊ ആ മൂഡിൽ നമ്മൾ എന്താ പറയാ, ഒരു ആ സിനിമ കാണാനുള്ളൊരു മൂഡിൽ വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എന്താ പറയാ, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു സിനിമ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരാതെ എന്താ പറയാ, ലൈക്ക് ഈ ഒരു മൂഡിൽ വന്നാൽ നിങ്ങൾക്ക് ഈ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ലൈക്ക് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്താണെങ്കിലും ലൈക്ക് പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷൻസ്, ആക്ഷൻസിന്റെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മീൻ ക്ലൈമാക്സിൽ കുറച്ച് നല്ല ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ എല്ലാ കൈൻഡ് ഓഫ് ഭാവത്തിൽ രൂപത്തിൽ കാണാൻ നമുക്ക് ഇഷ്ടമാണല്ലോ. മോർ ദാൻ ഹാപ്പി ടു സീ ഇറ്റ്. ഓക്കെ.